ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം രഘുവിനോട് ശബരി തുറന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം തൻ്റെ ഭാര്യയെ താഴ്ത്തിക്കെട്ടാൻ ഒരിക്കലും ശബരി തയ്യാറാവുന്നില്ല. അങ്ങനെ ആ കറണ്ട് പോയി വഴക്ക് കൂടിയതുവരെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ രഘു ചോദിക്കുകയാണ്, ശബരി ഇക്കാര്യത്തിൻ്റെ പേരിൽ ദയ അവിടെ നിന്നും ഇറങ്ങിപ്പോയാലും നീ ദയയെ അങ്ങനെ വിടില്ല, അല്ലെങ്കിൽ ദയയുടെ പിറകെ നീ വരും, ആ തെറ്റ് സോൾവ് ചെയ്യാൻ നോക്കും. എന്നാൽ നീ അത് ചെയ്യാത്തത് വേറെന്തോ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ശബരി മൗനമാവാണ് കേട്ടോ. ഇതേ സമയം രഘു, വേണ്ട, നിന്നെ അത്രയും വേദനിപ്പിക്കുന്ന വാക്കാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു നിൽക്കാം. അവൾ നിന്നെ അങ്ങനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് തന്നെ ഞാനത് പറയിപ്പിക്കും. അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവൾ നിന്റെ കാൽക്കീഴിൽ അടിയറവ് വരുന്ന ആ നാളെത്തും. നീ അവൾക്ക് വിളിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട എന്ന് ശബരിയോട് പറയുന്നു കേട്ടോ. പിന്നീട് ലംബോദരൻ ഇങ്ങനെ പേപ്പർ വായിക്കുമ്പോൾ ലതിക വരികയാണ്. എന്നിട്ട് ലതിക പറയാണ്, 24 മണിക്കൂറും അവൻ എന്താ ചെയ്യുന്നത്? ഏട്ടനെ അവൻ്റെ നേർക്ക് കണ്ണില്ലേ? അവനെ വിട്ടേക്ക് ലതികെ. അവൻ പഴയ ആ ഒരു ഇതിലേനെ പോകുന്നത്. അവൻ ജയിലിലോട്ട് പോകുമോ? ഏട്ടനിവിടെ ഉണ്ടായിട്ടാണോ അവൻ അങ്ങനെ ചെയ്യുന്നത്? അവൻ്റെ പ്രവൃത്തികൾ ചെറുതായി അതിര് കടക്കുന്നു. ആ ജയിൽവാസത്തിലോട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അവൻ ചെയ്യുന്നത്. എന്നാൽ ഇത് ചോദിച്ചേ പറ്റൂ. അയ്യോ, നീ ചോദിക്കണ്ട. കാരണം നീ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവനെ എന്നോട് വെറുപ്പാവും. പിന്നെ അതിൻ്റെ പേരിലാവും. ഇത് കേൾക്കുന്ന ലതിക, അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ അവനെ പേടിച്ച് ചോദിക്കാതിരുന്ന അവൻ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് നമ്മളും കൂടിയാണല്ലോ എന്ന് പറയുന്ന സമയത്ത് വിനയൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആൻമേരിയോട് ചൂടാവാണ്. കൊച്ചെ, എന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തണ്ട. ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കും, അത് തരും, അത് എൻ്റേതായ സൗകര്യത്തിന്. താൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലൊന്നും എനിക്ക് പേടിയില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും ലതിക ഈ ചായ എടുത്ത് പുറത്തോട്ട് ഓടിച്ചെല്ലാണ്. എന്നാ മോനെ ചായ. മതി അമ്മേ, ഞാൻ എടുക്കാം എന്നൊക്കെയെങ്കിലും ആ ഒരു തട്ടിത്തെറിപ്പിച്ച വാക്കുകളാണ്. അപ്പോൾ ഉടൻ തന്നെ, ആരാ നിനക്ക് വിളിച്ചത്? നീ പഴയതുപോലെ ആ ജയിലിലോട്ട് പോകുന്ന പണി തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ ലംബോദരനെ നോക്കുകയാണ്. ഉടൻ തന്നെ ലംബോദരൻ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിന്റെ പ്രവൃത്തി തന്നെയാണ് നിന്റെ അമ്മയിൽ സംശയമുണ്ടാക്കിയത്, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞേക്ക്. അപ്പോൾ ലതിക പറയാണ്, നീ ഒരു ആൺകുട്ടിയാണ്, ഇനി ചിരുവിന് ജനിക്കാൻ പോകുന്നത്, ചിരുവിനെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നീ പറയുന്നു. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്ക്, ഇതൊക്കെ നീ ജയിലിലോട്ട് പോകുന്ന പ്രവൃത്തി നീ ചെയ്തു കഴിഞ്ഞാൽ അവൾ നിന്റെ കൂടെ വരുമോ? അത് ചിന്തിക്കടാ എന്ന് പറയുന്ന സമയത്ത് അവിടെ വിനയൻ പറയാണ്, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രവൃത്തിയോടുകൂടി ചീരു എൻ്റെ കാൽക്കീഴിൽ വരുന്ന ആ നാളെത്തും എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം രഘുവിനെയും ദാസിനെയാണ് കാണിക്കുന്നത്. രഘുദാസിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദാസ് പറയാണ്, എന്തായാലും എല്ലാം കൈവിട്ട കളിയാണല്ലോ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. എന്തായാലും അണ്ണനെ അറിയിക്കേണ്ട എന്ന് വിചാരിച്ചത് അത് അറിഞ്ഞു. ഇനിയിപ്പോൾ എന്താണാവോ ഇവിടെ തീരുമാനമുണ്ടാവുക? എന്ത് തീരുമാനം? മഞ്ചാടി ഈ വിവാഹം വേണ്ടെന്ന മട്ടിലാണ് സംസാരിച്ചത് എന്ന് അമ്പിളി പറയുന്നു. അപ്പോൾ ഉടൻ തന്നെ അതിനുശേഷം എന്തുണ്ടായി അതെനിക്കറിയില്ല, അതിനുശേഷം അവിടെ എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ ദാസ് പറയാണ്, അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ തിരക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അവിടെ എന്താണ് ഉണ്ടായത്, അവരുടെ നീക്കം എന്താണെന്ന്. പിന്നെ ഗോകുലിൻ്റെ കാര്യം, ഗോകുല് തൻ്റെ പെങ്ങൾക്ക് വേണ്ടി മഞ്ചാടിയുടെ വിവാഹം വേണ്ടെന്ന് വെക്കുവോ, അതോ പെങ്ങൾ ഗോകുലിന് വേണ്ടി വിവാഹം വേണ്ടെന്ന് വെക്കുവോ, അതോ രാഹുല് മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോഴൊക്കെ പറയാണ്, രാഹുലിനെ നമുക്കൊന്ന് പോയി കണ്ടാലോ, നാളത്തെ ഒരു ദിവസം അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്കൊന്ന് പോയി കണ്ട് സംസാരിക്കണമെന്ന് പറയണേട്ടോ. ഇതേ സമയം അവിടെ ആരോ ബെല്ലടിക്കുന്നു. അപ്പോഴേക്കും നീ പോയി നോക്കി എന്ന് ദാസ് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പിന്നീട് സത്യനെയും ശ്യാമിനെയും ആണ് കാണിക്കുന്നത്. സോന കൂടെ നിൽക്കുന്നുണ്ട്. അവർ ക്യാരംസ് കളിക്കാണ്. അപ്പോൾ വിചാരിച്ചതുപോലെ പോക്കറ്റിലോട്ട് കോയിൻ വീഴുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അതിനെ കളിയാക്കി ചിരിക്കാണ്. അപ്പോൾ ശ്യാമ പറയാണ്, ഇങ്ങനെയൊന്നല്ല സത്യ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തുതരാം. പക്ഷേ അവൻ കളിക്കുമ്പോഴും അതുപോലെ തന്നെ ആവുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇന്ദ്രൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. അപ്പോൾ സോന ചോദിക്കുകയാണ്, ഇന്ദ്രേട്ടാ, ഇവിടുത്തെ ചിരിയും ബഹളമൊക്കെ കേട്ട് ഇന്ദ്രേട്ടൻ്റെ ഉച്ച ഉറക്കം പോയോ? ഇല്ലടി, ഞാൻ ബോറടിക്കുന്നത് കൊണ്ട് ഉറങ്ങിയതാണ്. പക്ഷേ ഇവന്മാർ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ എന്നെയും കൂടി വിളിക്കായിരുന്നില്ലേ? അതിനെന്താ, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കാലോ എന്ന് സത്യം പറയാം, ഏട്ടനും കൂടി വാ എന്ന് പറയുമ്പോൾ സോന പറയാം, എന്ന് ഞാനും കൂടി വരാം, ഞാൻ ആദ്യം ഒരു കട്ടൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രൻ പറയാണ്, എൻ്റെ കഴിഞ്ഞകാല കഥകൾ എനിക്ക് ഓർമ്മയിൽ വരുന്നു, ആ കുട്ടിക്കാലം അത് ഓർമ്മയിൽ വരുന്നു. ഇത് കേൾക്കുന്ന ശ്യാമ പറയാണ്, അതിനെന്താ, ആ കുട്ടിക്കാലം വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, കുട്ടിക്കാലം തന്നെയാണ്, അതൊരിക്കലും ആര് വിചാരിച്ചാലും നഷ്ടപ്പെടുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, അതങ്ങനെയാണ്, അത് ലോകത്തിൻ്റെ കിടപ്പ്, അതങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞ് ചിരിക്കുന്ന ആ സമയത്ത് സുശീല പൊട്ടിത്തെറിച്ചും കൊണ്ട് വരികയാണ് കേട്ടോ. സുശീല പറയണേ, നീ കുടുംബം തലക്ക് മീതെ ചിന്ന ഭിന്നമാവാൻ നിൽക്കുമ്പോൾ നീ
ഇവരുമാരുമൊത്ത് നമ്മുടെ നാശം കാണുന്ന ആളുകളുമൊത്ത് നീ ഇങ്ങനെ കളിച്ചടാ, നീ ഇങ്ങനെ ചിരിച്ചടാ, നീ ഇങ്ങനെ രസിച്ചടാ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ എന്താ അമ്മേ ഒരു ക്യാരംസ് കളിക്കുന്നത് കൊണ്ട് അപ്പോൾ ഉടൻ തന്നെ നീ ഇങ്ങനെ കല്ലുകുത്തി കളിക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ ഇതന്നെ ഞാൻ പറയുന്നത് അമ്മക്ക് മറവി രോഗം വന്നു എന്ന് സോന. ഇത് കല്ലുകുത്തി കളിയല്ല, ഇത് ക്യാരംസ് കളിയാണ്. ആദ്യം അമ്മ അത് മനസ്സിലാക്കി. ഡി എൻ്റെ അടുത്ത് മേടിക്കാൻ നിൽക്കണ്ട, വല്ലാതെ നീ എന്നെ കളിയാക്കണ്ട, ഉടൻ തന്നെ ഞാനുള്ളത് പറഞ്ഞതല്ലേ. അപ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയാണ് അമ്മക്ക് ഇപ്പം എന്താ പ്രശ്നം, ഞാൻ ഈ ക്യാരംസ് കളിക്കുന്നതാ പ്രശ്നം, ഇതും കുടുംബവും തമ്മിൽ എന്താ പ്രശ്നമുള്ളത്, പിന്നെ കുടുംബം ചിഹ്നഭിന്നമായത് നീ കണ്ടില്ലേ, എന്താ നീ ഒരു കാര്യം ഓർത്തോ, എന്നോട് കളിച്ചവന്മാരാരും വിജയിച്ചിട്ടില്ല, നമ്മുടെ നാശം കാണാൻ കുത്തിരിക്കുന്നവൻ്റെ കൂടെ നിങ്ങൾ കളിക്കുന്നു എന്ന് ഓർക്കണം. എന്നോട് കളിച്ചവരുടെ ശാപവാക്കോടെ എല്ലാവരുടെയും തലയിൽ വീണിട്ടുള്ളൂ, അത് നേരിൽ കണ്ടിട്ടാണ് ഈ സുശീല വരുന്നത്. മനസ്സിലാവാത്തതുപോലെ ഇന്ദ്രൻ എന്താ അമ്മ പറഞ്ഞത്. ഉടൻ തന്നെ ദയയുടെ കാര്യങ്ങൾ എടുത്തിട്ട് പറയാം. ദയ തന്നോട് പറഞ്ഞതും പിന്നീട് ദയ വീട്ടിൽ വന്ന് കയറിയതും ആ രംഗങ്ങളൊക്കെ പറയണേട്ടോ. എന്തായാലും അനന്തമാഷിന് ഒരു അറ്റാക്ക് വന്നാൽ അവിടെ വെള്ളം തൊട്ട് കൊടുക്കുക 5 മക്കളും അടുത്തുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ജരിക്കുമ്പോൾ കഷ്ടമുണ്ട് എന്ന് 3 ആളും 4 ആളും ഒരേ ഭാവത്തിൽ സുശീലയെ നോക്കുമ്പോൾ സുശീല അവിടെ നിന്നും അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഭയങ്കര നിരാശനാണ്. താൻ എന്ത് ചെയ്യും, തൻ്റെ പെങ്ങളുടെ ജീവിതം അത് തകർച്ചയുടെ വക്കിൽ, തൻ്റെ പെങ്ങളുടെ അടുത്തോട്ട് പോട്ടെ എന്ന് കരുതി തൻ്റെ പെങ്ങളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ രാഹുൽ പറഞ്ഞ വാക്കുകൾ ഇന്ദുവിനെ വേദനിപ്പിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ ഗോകുൽ തോളിൽ വന്ന് കൈവെക്കാണ്. എന്താ ഇന്ദു, നീ കഴിഞ്ഞത് ഓർക്കണം, വലിയ ദുഃഖമുണ്ടോ? എനിക്കങ്ങനെ ദുഃഖമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടുമില്ല, ഞങ്ങളങ്ങനെ വിവാഹം നിശ്ചയിച്ചു എന്ന് കരുതി ഒരു പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വിവാഹം മുടങ്ങി എന്നുള്ളതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ എനിക്കിപ്പോഴത്തെ സങ്കടം എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം അറിഞ്ഞിരിക്കുന്നു, എൻ്റെ വുഡ് ബി വലിയൊരു സ്ഥാനത്ത് വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ് എന്ന പറച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ മോളെ നീ ഇങ്ങനെ സങ്കടങ്ങൾ പറയാതെ, ഈ ഏട്ടൻ നിനക്ക് വേണ്ടി വഴിമാറിത്തരും, എനിക്ക് മഞ്ചാടിയെ വേണ്ടെന്ന് വെക്കും. അപ്പോൾ ഉടൻ തന്നെ അവിടെ പറയണേ നീ വേണ്ടെന്ന് വെക്കണ്ട, ഞാൻ വേണ്ടെന്ന് വെക്കും എന്ന് ഏട്ടനോട് തിരിച്ച് അവിടെ എന്ത് പറയുമ്പോൾ ഇല്ല ഞാനല്ലേ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ടത്, നിൻ്റെ കല്യാണമല്ല ആദ്യം ഉറപ്പിച്ചതെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ താഴെ സച്ചി ആകെ അവശ നിലയിൽ ഇരിക്കുകയാണ്. തൻ്റെ മകളുടെ വിവാഹം മുടങ്ങി ഇനി താൻ എന്ത് ചെയ്യും എന്ന ആ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സാവിത്രി വരികയാണ്. അങ്ങനെ സാവിത്രി ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ വേണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ഗോകുല് മേലെ നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നു കേട്ടോ. ഏട്ടാ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ഇന്ദുവിൻ്റെ വിവാഹം എന്നോ ഉറപ്പിച്ചിട്ടത്, നാട്ടുകാരോട് എന്ത് പറയും, എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥ. ആ സമയത്ത് ഇങ്ങനെ വിവാഹം മുടങ്ങി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പണി ചെയ്താലോ, ഗോകുൽ മഞ്ചാടിയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഒരു വിവാഹം നടക്കുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന ആ സീനിൽ ഗോകുൽ ഞെട്ടലോടെ കേൾക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ കേൾക്കുന്ന ഗോകുലിന് വളരെ വിഷമമാവാണ്. തൻ്റെ ഇന്ദുവിൻ്റെ വിവാഹം എന്നോ ഉറപ്പിച്ചു വെച്ചതാണ്. അതുപോലെ തന്നെ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് ആ നാളുകൾക്കുള്ളിൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പലതും വരാം എന്ന് പറഞ്ഞ ആ വാക്കുകൾ അതൊക്കെ പാടെ കൂടി ഗോകുലിൻ്റെ മുന്നിൽ അറിഞ്ഞിട്ടല്ല അവർ പറയുന്നത്, ഗോകുൽ ഒളിച്ചു നിന്ന് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗോകുലിന് വലിയ വിഷമമാവണം. അങ്ങനെ ഗോകുൽ തന്നെ തീരുമാനമെടുക്കുകയാണ്, തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഈ വിവാഹം വേണ്ടെന്നുള്ള തീരുമാനം വെക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ടെസ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇനി അവരുടെ വിവാഹം നടക്കും. പക്ഷേ ഇതിനിടയ്ക്ക് സത്യൻ്റെ ഉള്ളിൽ വലിയ ടെൻഷനാവും. അനന്തം മാഷിൻ്റെ ആ വേദനയെ ഓർത്ത് വലിയ ടെൻഷൻ ഇന്ദ്രനും സത്യനും വരും കേട്ടോ. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഹർഷയുടെ ആ ഒരു ബന്ധം അറിയുന്ന നേരമായി തുടങ്ങി കേട്ടോ.